9th standard in a maths first chapter, page number 18. Fifth question. An object starts with a speed of u meter per second and travels along a straight line. If the speed increases at the rate of a meter per second every second, the distance traveled in time t seconds is ut at ara at square. The distance traveled in 2 seconds is 10 meters and the distance traveled in 4 seconds is 28 meters. What was the starting speed? What is the rate at which speed is increasing? An object starts with a speed of u meter per second. എന്താ തന്നിരിക്കുന്നത് ഇവിടെ? സ്റ്റാർട്ടിംഗ് സ്പീഡാണ് തന്നിരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് സ്പീഡ് എത്രയാണ്? യു മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ? നെക്സ്റ്റ് എന്താ തന്നിരിക്കുന്നത്? ഇഫ് ദ സ്പീഡ് ഇൻക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് എ മീറ്റർ പെർ സെക്കൻഡ് എവറി സെക്കൻഡ്സ്. എന്താണ്? ദ റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഈസ് ഇൻക്രീസിങ്. എത്ര തന്നിരിക്കുന്നത്? എ മീറ്റർ പെർ സെക്കൻഡ്. Next, the distance travelled in time t second is ut plus ara at square. എങ്ങനെയാണ് ടി സെക്കൻഡ്സിൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത് എന്ന് പറയുന്നത്? എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? യു ടി പ്ലസ് അര എ സ്ക്വയർ. യു ടി പ്ലസ് അര എ സ്ക്വയർ എന്താണ്? അപ്പോൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ അവിടെ തന്നിട്ടുണ്ട്. എന്താണ്? യു ടി പ്ലസ് അര എ സ്ക്വയർ. ടി സെക്കൻഡ്സിൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ യു ടി പ്ലസ് അര എ സ്ക്വയർ. ദെൻ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 2 seconds ഈസ് 10 meters. 2 സെക്കൻഡ്സിൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത് എത്രയാണ്? 10 meter ആണ് അല്ലേ? അപ്പോൾ അതിലെ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 2 secondsഉം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 meterുമാണ്. ദാറ്റ് ഈസ് 10 ഡിസ്റ്റൻസ് ഈക്വൽ ടു എന്താണ്? യു ടി പ്ലസ് അര എ ടി സ്ക്വയർ. യു നമുക്ക് തന്നിട്ടില്ല. യു എന്ന് പറയുന്നത് എത്രയാണ്? സ്റ്റാർട്ടിങ് സ്പീഡ് യു അല്ലേ? യു ഇൻറ്റു ടൈം എത്രയാണ്? 2 seconds പ്ലസ് അര എ ഇൻറ്റു ടി എത്രയാണ്? 2 square അല്ലേ? ഈക്വൽ ടു എന്ത് വന്നു? ഡിസ്റ്റൻസ് 10 തന്നെയാണ്. 2 ഇൻറ്റു യു 2u പ്ലസ് അര ഇൻറ്റു എ ഇൻറ്റു 2 square 4. ദെൻ 10 ഡിസ്റ്റൻസ് 10 ഈക്വൽ ടു 2u പ്ലസ് ഇതിൽ 2ഉം 4ഉം കൂടിയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ 2 കിട്ടി. അപ്പോൾ 2a. സോ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. എന്താണ് കിട്ടിയത്? 2u പ്ലസ് 2a ഈക്വൽ ടു 10. ഇക്വേഷൻ നമ്പർ 1 എന്ന് കിട്ടി അല്ലേ? ഇനി നെക്സ്റ്റ് കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? The distance travelled in 4 seconds is 28 meter അല്ലേ? 4 secondsൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 28 meter ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്? 28 meter ആണ്. ടൈം എത്രയാണ്? 4 second ആണ് അല്ലേ? ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. എന്താണ്? 28 ഡിസ്റ്റൻസ് ഈക്വൽ ടു യു ഇൻറ്റു ടൈം എത്രയാണ്? 4 പ്ലസ് അര ഇൻറ്റു എ ഇൻറ്റു ടി എത്രയാണ്? 4. അപ്പോൾ 4 square. ദെൻ ഡിസ്റ്റൻസ് 28 ഈക്വൽ ടു 4 ഇൻറ്റു യു 4u പ്ലസ് അര എ ഇൻറ്റു 4 square എത്രയാണ്? 16. ദെൻ 28 ഈക്വൽ ടു 4u പ്ലസ് 16 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 8 കിട്ടി അല്ലേ? അപ്പോൾ 4u പ്ലസ് 8a. സോ നെക്സ്റ്റ് സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് കിട്ടി. എന്താണ് കിട്ടിയിരിക്കുന്നത്? 4u പ്ലസ് 8a ഈക്വൽ ടു 28. ഇക്വേഷൻ നമ്പർ 2. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടിയിട്ട് നോക്കുക. നമുക്ക് എന്ത് വേണം? ഏതെങ്കിലും യു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ വാല്യൂ നമുക്ക് എന്ത് 0 കിട്ടണം അല്ലേ? അപ്പോൾ നോക്കുമ്പോൾ 2 ഇവിടെ എന്താ കിടക്കുന്നത്? 2u. ഇവിടെ 4u എന്നാണ് കിടക്കുന്നത്. ഇവിടെ 2a 8a എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂവിനെ യു അല്ലെങ്കിൽ എനെ നമ്മൾ സെയിം ആക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷന് നമുക്ക് സെയിം ആക്കണമെങ്കിൽ ഇവിടെ എന്താണ്? ഇവിടെ 4u എന്നാണ് കിടക്കുന്നത്. ഇവിടെ 2u എന്നാണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് ഫസ്റ്റ് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? യുവിൻ്റെ വാല്യൂ ഈക്വൽ ആവും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷൻ നമ്പർ 1 ഇൻറ്റു 2 കൊടുത്തു. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വന്നു?
ഇക്വേഷൻ നമ്പർ 1 എടുത്ത് എഴുതി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വന്നു 2 ഇൻറ്റു 2u 4u 2 ഇൻറ്റു 2a 4a ഈക്വൽ ടു 2 ഇൻറ്റു 10 ഈക്വൽ ടു 20 എന്ത് കൊടുത്തു ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇനി ഇതിലേതാണ് വലുത് സെക്കൻഡ് ഇക്വേഷനാണ് വലുത് അല്ലേ. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ ആദ്യം എടുത്ത് എഴുതി തേർഡ് ഇക്വേഷൻ നെക്സ്റ്റ് ആയിട്ട് സെക്കൻഡായിട്ട് ഇരുന്ന് എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം 4u ഈക്വൽ ആയിട്ടുള്ളതാണ് രണ്ടും ഒരേ സിമ്പിൾസ് ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ. ഇക്വേഷൻ നമ്പർ സെക്കൻഡ് മൈനസ് ഇക്വേഷൻ നമ്പർ 3. ഇനി 4u മൈനസ് 4u എത്രയാണ് 0. 8a മൈനസ് 4a ഈക്വൽ ടു 4a ഈക്വൽ ടു 28 മൈനസ് 20 ഈക്വൽ ടു 8. എന്ത് കിട്ടി 4a ഈക്വൽ ടു 8 എന്ന് കിട്ടി. അപ്പോൾ a ഈക്വൽ ടു എന്ത് വന്നു 8. ഈ 4 എന്നുള്ളത് ബൈ ആയി 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 2 എന്ന് കിട്ടി. അപ്പോൾ a ഈക്വൽ ടു 2 എന്ന് കിട്ടി അല്ലേ. ഇനി എന്ത് ചെയ്താൽ മതി ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്ത് എഴുതിയിട്ട് അതിലേക്ക് എയുടെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി അല്ലേ. എന്ത് ചെയ്യണം ഫസ്റ്റ് ഇക്വേഷൻ എടുത്ത് എഴുതി എന്താണ് 2u പ്ലസ് 2a ഈക്വൽ ടു 10 ഇക്വേഷൻ നമ്പർ 1. 2u പ്ലസ് 2 ഇൻറ്റു എ എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു 2 ഈക്വൽ ടു 10. 2u പ്ലസ് 2 ഇൻറ്റു 2 എത്രയാണ് 4 ഈക്വൽ ടു 10. 2u ഈക്വൽ ടു 10. ഇവിടുത്തെ പ്ലസ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തായി -4. 10 - 4 എത്രയാണ് 6. അപ്പോൾ 2u ഈക്വൽ ടു 6 ആണെങ്കിൽ u ഈക്വൽ ടു 6 ഈ 2 എന്തായി ബൈ 2 എന്നായി. ഇനി 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും 3 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്തും കിട്ടി u എന്ന് കിട്ടി അല്ലേ. a കിട്ടി 2 ആണെന്ന് u കിട്ടി 3 ആണെന്ന്. ഇനി എന്താണ് u എന്ന് പറഞ്ഞാൽ therefore സ്റ്റാർട്ടിംഗ് സ്പീഡ് u ഈക്വൽ ടു u എത്രയാണ് കിട്ടിയിരിക്കുന്നത് 3 മീറ്റർ പെർ സെക്കൻഡ്. നെക്സ്റ്റ് ദ റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഈസ് ഇൻക്രീസിങ് എന്താണ് a ആണ് അല്ലേ. a ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ്. Sixth question. A 2-digit number is equal to 6 times the sum of its digits. The number got by interchanging the digits is 9 more than 4 times the sum of digits. What is the number? Then 2-digit number എന്തായിട്ട് എടുത്തു XY എന്ന് അല്ലേ. ഒരു 2-digit നമ്പർ എടുക്കാൻ പറഞ്ഞത് അല്ലേ. അപ്പോൾ നമ്മളതിനെ XY എന്ന് എടുത്തു. ഇനി നമ്പറിന് നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക പ്ലേസ് വാല്യൂ വെച്ചിട്ടാണ് അല്ലേ. y എന്ന് പറയുന്നതിൻ്റെ യൂണിറ്റ് 1 ആണ്. എക്സിൻ്റെ യൂണിറ്റ് എന്താണ് 10x എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്പറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് 10x പ്ലസ് y എന്നാണ് എഴുതുന്നത് അല്ലേ. ഇനി ഇതിലത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ് ഈ x എന്ന് പറയുന്നത് ഒരു ഡിജിറ്റാണ് y എന്ന് പറയുന്നത് ഡിജിറ്റാണ്. ഇനി നമ്മളോട് എന്താണ് സം ഓഫ് ഡിജിറ്റ് എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും എക്സും വൈയും ആണ് അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് വൈ ഡിജിറ്റുകളുടെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സ് പ്ലസ് വൈ. ഇനി നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എ 2-digit നമ്പർ ഈസ് ഈക്വൽ ടു 6 ടൈംസ് ദ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്. എന്താണ് ഒരു 2-digit നമ്പർ ഏതാണ് 2-digit നമ്പർ 10x പ്ലസ് വൈ ആണ് അല്ലേ. അപ്പോൾ 10x പ്ലസ് വൈ ഈക്വൽ ടു എന്താന്ന് പറഞ്ഞിരിക്കുന്നത് 6 ടൈംസ് ദ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ്. ഡിജിറ്റ്സിൻ്റെ സമ്മിൻ്റെ 6 ടൈംസ്. എന്താണ് ഡിജിറ്റ്സിൻ്റെ സമ്മ് എക്സ് പ്ലസ് വൈ അല്ലേ. അപ്പോൾ അതിൻ്റെ 6 ടൈംസ് എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു എക്സ് പ്ലസ് വൈ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 10x പ്ലസ് വൈ ഈക്വൽ ടു 6 ഇൻറ്റു എക്സ് പ്ലസ് വൈ. ഇനി ഈ 6 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക 6 കൊണ്ട് എക്സിനെയും 6 കൊണ്ട് വൈനെയും മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ എന്ത് കിട്ടും 10x പ്ലസ് വൈ ഈക്വൽ ടു 6x പ്ലസ് 6y. ദെൻ 10x പ്ലസ് വൈ. ഇനി ഈ എക്സും വൈയും നമ്മൾ എന്ത് ചെയ്യണം ലെഫ്റ്റിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എന്ത് വരുന്നു 10x പ്ലസ് വൈ 6 ഇങ്ങോട്ടേക്ക് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ -6x. ഇനി ഇവിടുത്തെ പ്ലസ് 6y എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ -6y ഈക്വൽ ടു ഇനി ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല. അപ്പോൾ ഈക്വൽ ടു 0. ഇനി ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക 10xും ഇവിടെ -6x 10xൽ നിന്ന് 6x മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി 4x. ദെൻ പ്ലസ് y -6y അല്ലേ. ഒരു വൈയിൽ നിന്ന് 6y നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം.
അപ്പോൾ എന്ത് ചെയ്യണം? ചെറുതും ഇവിടെ വലുതുമാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സിമ്പിൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്ത് വന്നു? 6ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 5. എന്താണ് സിമ്പിൾ വരുന്നത്? -5y ഈക്വൽ ടു എന്താണ്? 0. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. എന്താണ് ഫസ്റ്റ് ഇക്വേഷൻ? 4x - 5y ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 1. ദെൻ നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. എന്താണ് സെക്കൻഡ് കണ്ടീഷൻ? നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ് ഈസ് 9 മോർ ദാൻ 4 ടൈംസ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു നമ്പറിനെ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്താ വരിക? അതിൻ്റെ യൂണിറ്റ്സ് ചേഞ്ച് ആവും അല്ലേ. അതായത് നമ്മൾ ഫസ്റ്റ് നമ്പർ XY എന്നായിരുന്നു അല്ലേ. അപ്പോൾ ഇൻ്റർചേഞ്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ്റർചേഞ്ചിങ് എന്ന് പറയുമ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ അതായത് ഡിജിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ ഇൻ്റർചേഞ്ചിങ് എന്ന് പറയുമ്പോൾ എന്തായി മാറി? Yയും XY മാറി. അപ്പോൾ നമ്മുടെ യൂണിറ്റ് എന്തെന്നാണ് വരിക? X എന്ന് പറയുന്നത് ഫസ്റ്റ് പ്ലേസിലും Y എന്ന് പറയുന്നത് 10th പ്ലേസിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്പർ എന്തെന്നാണ് വരുന്നത്? X + 10y അല്ലേ. 10y എന്നായിട്ട് മാറും. X + 10y ഈക്വൽ ടു ഇത് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? 9 മോർ ദാൻ 4 ടൈംസ് ദ സം ഓഫ് ദ ഡിജിറ്റ്. എന്താണ്? ഡിജിറ്റ്സിൻ്റെ സമ്മിൻ്റെ അല്ലേ. അതായത് X + yയേക്കാളും X + yയുടെ 4 ടൈംസ് എന്ന് പറയുമ്പോൾ 4 × X + y അതിനേക്കാളും എന്ത് 9 മോർ എന്ന് പറഞ്ഞു അല്ലേ. 9 കൂടുതലാണ് അല്ലേ. 4 ടൈംസിനേക്കാളും 9 കൂടുതലാണ്. അപ്പോൾ +9. അപ്പോൾ എന്ത് കിട്ടി? 4 × X + y + 9. ഇനി ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 4 കൊണ്ട് എക്സിനെയും 4 കൊണ്ട് വൈനെയും മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ എന്ത് വന്നു? X + 10y ഈക്വൽ ടു 4 × x 4x + 4 × y 4y + 9. ഇനി എന്ത് ചെയ്യണം? ഈ എക്സും വൈയുടെ വാല്യൂസ് നമുക്ക് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എന്ത് വരും? X + 10y ഈക്വൽ ടു 4x ലെഫ്റ്റിലേക്ക് വരുമ്പോൾ -4x + 4y ലെഫ്റ്റിലേക്ക് വരുമ്പോൾ -4y ഈക്വൽ ടു എത്രയാണ്? 9. ഇനി ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെ വരും? ഇവിടെ എക്സ് അല്ലേ. ഒരു എക്സും ഇവിടെ -4x എന്നാണ് എടുക്കുന്നത്. ഒരു എക്സിൽ നിന്ന് 4x കുറയ്ക്കണം അല്ലേ. അപ്പോൾ ഇവിടെ ചെറുതിൽ നിന്നാണ് വലുത് കുറയ്ക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സിമ്പിൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്ത് വന്നു? 4 - 1 3. എന്താണ് സിമ്പിൾ വരുന്നത്? -3x. ദെൻ 10yയും -4y അല്ലേ. 10yയിൽ നിന്ന് 4y സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 10ൽ നിന്ന് 4 പോകുമ്പോൾ 6. വലുത് ഏതാണ്? പ്ലസ്. അപ്പോൾ +6y ഈക്വൽ ടു എന്താണ്? 9 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. എന്താണ്? -3x + 6y ഈക്വൽ ടു 9. ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഇങ്ങോട്ടേക്ക് എടുത്തെഴുതാം. എന്തായിരുന്നു ഫസ്റ്റ് ഇക്വേഷൻ? 4x - 5y ഈക്വൽ ടു 0. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ അല്ലേ. ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ വാല്യൂസ് ഈക്വൽ ആക്കണം. ഈക്വൽ ആക്കാനായിട്ട് എന്ത് ചെയ്യണം? ഇതിനെ ഏതിനെങ്കിലും ഒരെണ്ണത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈക്വൽ ആവണില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ക്രോസ് ആയിട്ടല്ലേ. 4 കൊണ്ട് ഇതിനെയും 3 കൊണ്ട് ഫസ്റ്റ് ഇക്വേഷനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സെക്കൻഡ് ഇക്വേഷൻ എടുത്തു. സെക്കൻഡ് ഇക്വേഷന് നമ്മൾ എന്തുകൊണ്ടാണ് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ സെക്കൻഡ് ഇക്വേഷന് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വന്നു? 4 × -3x 4 × 3 12 -12x + 4 × 6y 4 × 6 24 + 24y ഈക്വൽ ടു 4 × 9 36. ഇക്വേഷൻ നമ്പർ 3. ദെൻ ഫസ്റ്റ് ഇക്വേഷന് ഏതുകൊണ്ടാണ്? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ 3 × 4x 12x - 3 × 5y 15y ഈക്വൽ ടു 3 × 0 0. ഇക്വേഷൻ നമ്പർ 4. ഇപ്പോൾ എന്താണ്? നമ്മുടെ തേർഡ് ഇക്വേഷനും ഫോർത്ത് ഇക്വേഷനും അല്ലേ എക്സിൻ്റെ വാല്യൂസ് ഈക്വൽ ആയിട്ടുണ്ട്.
ഒന്ന് സിമ്പിൾ മൈനസും ഒന്ന് പ്ലസും ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി അല്ലേ? ആഡ് ചെയ്യുമ്പോൾ ഇത് സബ്ട്രാക്റ്റ് ആയിക്കോളും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇക്വേഷൻ നമ്പർ 3 പ്ലസ് ഇക്വേഷൻ നമ്പർ 4 രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എന്താണ്? ഡിഫറൻറ്റ് സിമ്പിൾസ് ആണ് അല്ലേ? ഇവിടെ -12x ഇവിടെ +12x ആണ്. ഡിഫറൻറ്റ് സിമ്പിൾസ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ വാല്യൂസ് തമ്മിൽ കുറയ്ക്കണം. അപ്പോൾ -12x പ്ലസ് 12x എന്ന് പറയുമ്പോൾ 12ൽ നിന്നും 12 കുറയ്ക്കണം. അപ്പോൾ എന്ത് കിട്ടും? 0. ദെൻ ഇവിടെയും എന്താണ്? പ്ലസും മൈനസും ഡിഫറൻറ്റ് സിമ്പിൾസ് ആണ് കൂട്ടേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചിട്ട് ഗ്രേറ്ററിലെ വലുതിൻ്റെ സിമ്പിൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ +24 -15 എന്ന് പറയുമ്പോൾ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 9. അപ്പോൾ +9y ഈക്വൽ ടു 36ൽ നിന്ന് 36ഉം 0യും കൂടി കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 36 തന്നെ കിട്ടി. അപ്പോൾ എന്താ നമുക്ക് ആൻസർ കിട്ടിയത്? 9y ഈക്വൽ ടു 36 എന്നാണ് കിട്ടിയത് അല്ലേ? അപ്പോൾ 9y ഈക്വൽ ടു 36, y ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എന്തോന്നു? 36 ബൈ 9 എന്നായി. 36നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4 എന്ന് കിട്ടി. ഇനി നമുക്ക് വൈയുടെ വാല്യൂ കിട്ടി അല്ലേ? 4 എന്ന്. ഇനി എന്ത് ചെയ്താൽ മതി? ഒരു ഇക്വേഷൻ എടുത്ത് എഴുതി വയ്ക്കുക. ഏതാണ്? ഫസ്റ്റ് ഇക്വേഷൻ എടുത്ത് ഇറക്കി എഴുതി. ഇനി ഇതിലേക്ക് എന്ത് കൊടുക്കണം? വൈയുടെ വാല്യൂ അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? 4x മൈനസ് 5 ഇൻറ്റു വൈ എത്രയാണ് കിട്ടിയത്? 4 അല്ലേ? 5 ഇൻറ്റു 4 ഈക്വൽ ടു 0. ദെൻ 4x ഈക്വൽ ടു എന്ത് കിട്ടും? ഇവിടെ 5 ഇൻറ്റു 4 20 ആണ് അല്ലേ? ഇത് റൈറ്റിലേക്ക് ഇടുമ്പോൾ എന്ത് വന്നു? +20 എന്നായി. 4x ഈക്വൽ ടു 20. അപ്പോൾ x ഈക്വൽ ടു 20. ഈ 4 ബൈ 4 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5 കിട്ടും. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സും വൈയും കിട്ടി. എന്താണ് നമ്മുടെ നമ്പർ? നമ്മൾ എങ്ങനെയാണ് 2 ഡിജിറ്റ് നമ്പർ എഴുതുക? XY എന്നാണ് എഴുതുക അല്ലേ? XY എന്നാണ് 2 ഡിജിറ്റ് നമ്പർ എഴുതുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 5ഉം വൈയുടെ വാല്യൂ 4ഉം ആണ്. അപ്പോൾ എങ്ങനെയാണ്? ഏതാണ് നമ്പർ? 54. 7th question. 11 added to a number gives twice another number. 20 added to the second number gives twice the first number. What are the numbers? Let's take the first number as x and the second number as y. എന്താണ്? ഫസ്റ്റ് നമ്പറിന് എക്സ് ആയിട്ടും സെക്കൻഡ് നമ്പറിന് വൈ ആയിട്ട് എടുത്തു. ഈ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്? 11 added to the first number is twice the second number അല്ലേ? അപ്പോൾ 11 added to first number നമ്മൾ എക്സ് ആണ് അല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ എക്സ് പ്ലസ് 11 ഈക്വൽ ടു എന്താ പറഞ്ഞിരിക്കുന്നത്? ട്വൈസ് ദ സെക്കൻഡ് നമ്പർ, അതായത് വൈയുടെ ട്വൈസ് 2y. അപ്പോൾ എക്സ് പ്ലസ് 11 ഈക്വൽ ടു 2y ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി നെക്സ്റ്റ് എന്താണ് കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്? 20 added to the second number, അതായത് സെക്കൻഡ് നമ്പറിനോട് വൈയോട് 20 ആഡ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? ട്വൈസ് ദ ഫസ്റ്റ് നമ്പറിൻ്റെ ട്വൈസ്, എക്സിൻ്റെ ട്വൈസ്. അപ്പോൾ എങ്ങനെ എഴുതാം? y പ്ലസ് 20 ഈക്വൽ ടു 2x ഇക്വേഷൻ നമ്പർ 2 എന്ന് കിട്ടി. ഇനി ഈ ഇക്വേഷൻ നമ്പർ 1നെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് മാറ്റി എഴുതാം അല്ലേ? എങ്ങനെയും കൂടി എഴുതാം? എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതാം അല്ലേ? എക്സ് ഈക്വൽ ടു എന്താ വരിക? ഈ 11 എന്നുള്ളത് -11 ആയിട്ട് മാറും. അപ്പോൾ എങ്ങനെയായിട്ടും വരിക? എക്സ് ഈക്വൽ ടു 2y മൈനസ് 11 ഇക്വേഷൻ നമ്പർ 1. ഇതേപോലെ തന്നെ ഇക്വേഷൻ നമ്പർ 2നെ മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം? y ഈക്വൽ ടു ഈ പ്ലസ് 20 എന്താവും? -20 എന്നാവും. അപ്പോൾ എങ്ങനെ വരിക? y ഈക്വൽ ടു 2x മൈനസ് 20 ഇക്വേഷൻ നമ്പർ 2. ഇനി ഇക്വേഷൻ നമ്പർ 1 എടുത്തെഴുതി. ഇതിൽ x ഈക്വൽ ടു 2y മൈനസ് 11 എന്നല്ലേ? അപ്പോൾ ഇതിലത്തെ ഈ വൈയുടെ വാല്യൂ ഇതിന് പകരം നമ്മൾ എന്ത് കൊടുക്കാം? ഇവിടെ നമ്മൾ y ഈക്വൽ ടു 2x മൈനസ് 20 എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ? അപ്പോൾ ഈ 2x മൈനസ് 20 എന്ന് നമുക്ക് ഇവിടുത്തെ വൈക്ക് പകരം കൊടുക്കാം അല്ലേ? അപ്പോൾ എങ്ങനെ വരിക? എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു വൈയുടെ വാല്യൂ എത്രയാണ്? 2x മൈനസ് 20 മൈനസ് 11. ദെൻ എക്സ് ഈക്വൽ ടു ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 2 കൊണ്ട് 2xനെയും 2 കൊണ്ട് 20നെയും മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ 2 ഇൻറ്റു 2x 4x മൈനസ് 2 ഇൻറ്റു 20 40 മൈനസ് 11.
ദെൻ എക്സ് ഈക്വൽ ടു എന്താ കിട്ടിയതപ്പോൾ 4x മൈനസ് 40 ഈക്വൽ ടു 11 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി ഇതെങ്ങനെയാണ് കാൽക്കുലേഷൻ വരുന്നത്? ഈ നമ്പേഴ്സിനെ നമ്മൾ ലെഫ്റ്റിലേക്കും ഈ എക്സിനെ റൈറ്റിലേക്കും കൊണ്ടുവരണം. എങ്ങനെയാണ് കൊണ്ടുവരിക? -40 ലെഫ്റ്റിലോട്ട് വരുമ്പോൾ +40 എന്നാവും, -11 ലെഫ്റ്റിലോട്ട് വരുമ്പോൾ +11 എന്നാവും. ഇനി ഈക്വൽ ടു 4x ഇവിടെയുണ്ട് അല്ലേ. ഇനി ഈ എക്സ് റൈറ്റിലോട്ട് വരുമ്പോൾ -x എന്നായിട്ട് മാറി. ഇനി 40 + 11 51 ഈക്വൽ ടു 4x മൈനസ് എക്സ്. 4xൽ നിന്ന് ഒരു എക്സ് പോയാൽ എത്രയാ? 3x. ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയിരിക്കണേ? 3x ഈക്വൽ ടു 51 എന്ന് കിട്ടിയല്ലേ. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ 51/3 എന്നായി അല്ലേ. എക്സ് ഈക്വൽ ടു 51/3. 51നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 17 എന്ന് കിട്ടി. അപ്പോൾ എക്സ് ഈക്വൽ ടു 17 കിട്ടിയിട്ടുണ്ടെങ്കിൽ വൈ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? ഒരു ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എടുത്തെഴുതി. എന്താണ് ഫസ്റ്റ് ഇക്വേഷൻ? x + 11 ഈക്വൽ ടു 2y. ഇക്വേഷൻ നമ്പർ 1. ഇതിൽ എക്സ് എത്രയാണ്? 17 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ 17 + 11 ഈക്വൽ ടു 2y. ദെൻ 17 + 11 28 ഈക്വൽ ടു 2y. ദെൻ y ഈക്വൽ ടു 28/2. 28നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 14 എന്ന് കിട്ടി. ഇപ്പോൾ നമുക്ക് എക്സും കിട്ടി വൈയും കിട്ടി. ഇനി എന്താണ് ഇവിടുത്തെ എക്സും വൈയും? ഫസ്റ്റ് നമ്പർ എക്സ് ഈക്വൽ ടു 17, സെക്കൻഡ് നമ്പർ y ഈക്വൽ ടു 14.